ഇതാണ് നമ്മൾ പറഞ്ഞ ഓസ്ട്രേലിയൻ R22. നല്ല വെയിറ്റ് ഉണ്ടാവും, ഏകദേശം ഒരു 1 kg മുകളിൽ ഉണ്ടാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഇത് നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ട് മാങ്ങയും കൂടിയാണ്. തീർച്ചയായിട്ടും, കാരണം അത് ഇത്രയും വലിയൊരു മാങ്ങ, ഒരു കുടുംബത്തിന് തന്നെ കഴിക്കാണ്ടാവും എന്ന് പറഞ്ഞ പോലെ ഉണ്ട്. അത്യാവശ്യം നല്ല സൈസുള്ള മാങ്ങയാണ്. നമ്മൾ ഈ ഒരു പ്ലാന്റ് വെച്ചിട്ട് ഇപ്പോൾ ഏതാണ്ട് 2 വർഷമായി. 2 വർഷമായിട്ടുണ്ടല്ലേ. 2 വർഷത്തിൻ്റെ ഇടയിൽ ആദ്യമായിട്ടാണ് നമുക്ക് ഈ ഒരു റിസൾട്ടിലേക്ക് വരുന്നത്. ഇപ്രാവശ്യം അത് നമ്മൾ നിലത്തേക്ക് വെക്കണം എന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ വേര് താഴേക്ക് പോയിട്ടുണ്ടാവും. ഓ, ഈ ഒരു ഭാഗത്തല്ല, ഗ്രോ ബാഗിൻ്റെ അടിയിലേക്ക് പോയിട്ടുണ്ടാവും അല്ലേ. എണ്ണം കൂടുതൽ വരുമല്ലേ. നല്ല പഴുത്തുകൊണ്ട് തോന്നണല്ലേ. ഇതാണ് R22 മാങ്ങ. അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. നമുക്കൊന്ന് തൂക്കി നോക്കാം കേട്ടോ. നമുക്ക് ജസ്റ്റ് തൂക്കി നോക്കാം എത്ര കിലോ ഉണ്ട് എന്ന് നോക്കാം. കാരണം ഒരു കൈയിൻ്റെ ഉള്ളനടിയിൽ വെച്ചിട്ട് തന്നെ നമുക്ക് അത്യാവശ്യം സൈസ് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല ടേസ്റ്റ് കിട്ടോ, അടിപൊളിയാണ്. ഇന്ന് നമ്മളുള്ളത് 2 സഹോദരങ്ങളുടെ വീട്ടിലാണ്, മൻസൂറും സമീറും. നമ്മുടെ സുഹൃത്തു കൂടിയാണ്. ഇവിടെ ഒരു അടിപൊളിയായിട്ടുള്ള R22 മാംഗോ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. മാങ്ങ നമ്മുടെ ബാക്കിലുണ്ട് കേട്ടോ. ഇവരിവിടെ ഒരു കവറിലാണ് ഇത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാം. അതേപോലെ തന്നെ അത് വളർത്തിയ പരിപാലന രീതിയും കാര്യങ്ങളൊക്കെ അവർ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഇറങ്ങണം, മാക്സിമം ശ്രമിക്കുക. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടെ തന്നെ എടുത്തുള്ള ബെലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബ് ഫാമിലിയിൽ അംഗമാകും. എൻ്റെ പേര് മൻസൂർ, ഞാൻ ഒതുക്കുങ്ങലാണ് സ്ഥലം. ഇത് സഹോദരനാണ് സമീർ. ഓക്കെ, നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഇവിടുത്തെ R22 കുറിച്ചാണല്ലേ. അതെ അതെ, നമ്മൾ ഒരുപാട് മാവുകൾ വെച്ചിട്ടുണ്ട്. ചിലതൊക്കെ നിലത്താണ് വെച്ചിട്ടുള്ളത്. പക്ഷെ ഈ മാവ് ഇരിക്കുന്നത് നമ്മളെ ചെറിയ ഗ്രോ ബാഗിലാണ് വെച്ചിട്ടുള്ളത് അല്ലേ. ഈ ഗ്രോ ബാഗിൽ വെച്ചോണ്ടാണോ ഈ ഒരു റിസൾട്ട്, അതോ ഗ്രോ ബാഗിന്ന് മാങ്ങ ആയതുകൊണ്ട് മാറ്റാത്തതാണോ, എന്താണ് സംഭവം? അല്ലാത്ത മാവുകൾ നമുക്ക് റിസൾട്ട് ഉണ്ട്. നമ്മളെ തൊട്ട് ബാക്കിൽ ഇരിക്കുന്നത് നാസിക് പസന്ത് പറഞ്ഞ മാവാണ്. ഇതിപ്പോ നിലത്താണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഇത് ആദ്യമേലും ഇഷ്ടംപോലെ കായ്ഫലം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം റിസൾട്ട് ഇവിടെ ഉണ്ടല്ലേ. ഉണ്ട്. ഓക്കെ, ഇത് നമ്മളെ R22. അതെ, ഓസ്ട്രേലിയന്റെ ജംബോ റെഡ് എന്നുള്ള സ്ഥലം. അത്യാവശ്യം നല്ല സൈസ് വന്നിട്ടുണ്ടല്ലേ. ഇതിപ്പോ ഒരു 5-8 മാങ്ങ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇതിലിപ്പോ ഇനി ലാസ്റ്റ് 3 ഉള്ളൂ. ഇതിന് മുന്നുള്ള നമ്മളെ പറിച്ചു കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു മുന്നേ പറിച്ചപ്പോൾ ടേസ്റ്റും കാര്യങ്ങളൊക്കെ? നല്ല ടേസ്റ്റ് ആണ് അല്ലേ. ഇത് നമ്മളിപ്പോ വെച്ചിട്ട് ഇപ്പൊ എത്ര ആയിട്ടുണ്ട്? ഇതിപ്പോ ഏകദേശം 2 വർഷമായി. 2 വർഷമായി ഈ ഗ്രോ ബാഗിൽ ഇരിക്കണം. അപ്പൊ ഇത് ഈ വർഷം കായ്ച്ചപ്പോ ഫ്ലവർ ചെയ്തപ്പോ നമ്മള് പിന്നെ ഗ്രോ ബാഗിൽ നിന്ന് മാറ്റിയില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഇവർക്ക് ഇതിന്റെ ഒരു കടവണ്ണം കാണിച്ചു കൊടുക്കട്ടോ. ഇവിടെയാണ് ഇതിന്റെ കട വരുന്നത്. കാരണം ഇതിങ്ങനെ വളഞ്ഞിട്ടാണ് പോയിട്ടുള്ളത് കേട്ടോ. ഈ ഒരു ഭാഗത്തേക്ക് വളഞ്ഞിട്ടാണ് പോയിട്ടുള്ളത് കടവണ്ണം വരുന്നത്. ഇത് നമ്മൾ തൂങ്ങിയതായിരിക്കും അല്ലേ. ഇതിനി നമുക്ക് ഈ ഒരു മാംഗോ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് നീർത്തി കൊടുക്കല്ലേ, സ്ട്രൈറ്റ് ചെയ്ത് കൊടുക്കാന്ന് വിചാരിക്കണം. കാരണം ഇതിന്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ ലീഫ് കാണുമ്പോൾ നല്ല കൺഫ്യൂഷൻ വരും ചിലപ്പോൾ. അപ്പൊ ഇതാണ് ഇതിന്റെ ലീഫ് വരുന്നത് കേട്ടോ. കണ്ടോ, അപ്രോക്സിമേറ്റ് എനിക്ക് തോന്നുന്നു ഒരു 1 kg കൂടുതൽ ഉണ്ടാവില്ല ഇതിന്റെ വെയിറ്റ്. നമുക്കൊന്ന് തൂക്കി നോക്കും ചെയ്യാം കേട്ടോ. പിന്നെ നമുക്കിത് ഈ ഒരു രീതിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എഫേർട്ടുകൾ കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യുമോ? എഫക്റ്റുകൾ നമ്മൾ കറക്റ്റ് ആയിട്ട് വളം കൊടുക്കണം. പിന്നെ അതേപോലെ ഇത് ചെറിയ മാവായതുകൊണ്ട് ഇതേപോലെ ഉള്ളില് തണലുള്ള ഭാഗങ്ങളിൽ വെച്ചാലാ നമുക്ക് മാങ്ങ ഇതേപോലെ കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ മാങ്ങ നമുക്ക് ചുളുങ്ങിയിട്ട് വെയിലടിച്ചിട്ട്. അപ്പൊ ചെറിയൊരു ഷെയ്ഡിൽ വെക്കാണ് കുറച്ചുകൂടി നല്ലതല്ലേ. ചെറിയ ഗ്രോ ബാഗിലാവുമ്പോഴാണ് അതാണ് മെയിൻ പ്രശ്നം. പിന്നെ ചെറിയ ഗ്രോ ബാഗ് അല്ല, ഗ്രോ ബാഗ് ചൂടടിക്കുമ്പോ എന്താ വെച്ചാല് വേരുകൾക്ക് ചൂടടിക്കും. ചുരുങ്ങി പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇടക്കിടക്ക് വളം ചെയ്യണം. നമ്മൾ ചെറിയ തോതിൽ ഇങ്ങനെ കേക്ക് പ്ലസ് പറഞ്ഞ വളം കൊടുത്തിരുന്നു. അത് നമ്മള് ഒരു 2 ആഴ്ച 3 ആഴ്ച കൂടുമ്പോ ഒരു കുറേശ്ശെ ഒരു പിടി ചെറുതായിട്ട് ഇട്ട് കൊടുക്കും. ഓക്കെ, അത് നല്ലൊരു റിസൾട്ട് വന്നിട്ടുണ്ടല്ലേ. അത് മാവിന് മാത്രമാണോ ആ ഒരു വളം പ്രധാനമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്? പൊതുവെ ഫ്ലവർ ഇടേണ്ട സമയത്ത് ഏതിന് കൊടുത്താലും ആ ഒരു പവർ അതിന് കിട്ടുന്നുണ്ട്. ഫ്ലവർ ഇടാൻ ടെൻഡൻസി കൂടുതലാണ് ആ വളം കൊടുക്കുമ്പോൾ. അത്യാവശ്യം നമുക്ക് കിട്ടിയതൊക്കെ സൈസിലേക്ക് വരുന്നുണ്ടല്ലേ. 3 എണ്ണാണ് ഇപ്പൊ ഇതിമല്ലേ. ബാലൻസ് ഉണ്ട്. നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ. അതിന്റെ അടുത്തേക്ക് വരുമ്പോ നല്ല സ്മെല്ലും വരുന്നുണ്ട്. സാധാ നമ്മള് ശരിക്കും ഈ മാങ്ങ നിലത്ത് വെക്കുകയാണെങ്കിൽ ശരിക്കും നോക്കുകയാണെങ്കിൽ ഒരു മാങ്ങ ഒരു 1.25-1.5 എന്തായാലും വരും. സൈസ് കിട്ടൂല്ലേ. ഇതിപ്പോ ഗ്രോ ബാഗിലായിട്ടാണ് ഇങ്ങനെ. ഇതങ്ങനെ നമ്മള് R22 മാങ്ങ പറിക്കാട്ടോ. ഓക്കെ, ഇതാണ് നല്ല പഴുത്തുകൊണ്ട് തോന്നണല്ലേ. ഇതാണ് R22 മാങ്ങ. അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. നമുക്കൊന്ന് തൂക്കി നോക്കാം കേട്ടോ. നമുക്ക് ജസ്റ്റ് തൂക്കി നോക്കാം എത്ര കിലോ ഉണ്ട് എന്ന് നോക്കാം. കാരണം ഒരു കൈയിന്റെ ഉള്ളനടിയിൽ വെച്ചിട്ട് തന്നെ നമുക്ക് അത്യാവശ്യം സൈസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് കണ്ടോ, ഇവിടുന്ന് നല്ല രീതിയിൽ പഴുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ തൊട്ടപ്പോൾ തന്നെ ഈ സാധനം അങ്ങോട്ട് പോന്നിട്ടുണ്ട്. നല്ല അടിപൊളി സ്മെല്ലാണത്.
ഇത് പിന്നെ ഒന്നും കൂടി വെയിലടിക്കുകയാണെങ്കിൽ ഇതിന്റെ കളറിൽ ഒന്നും കൂടി മാറ്റം വരും കേട്ടോ. ഇവിടെയൊക്കെ വേറൊരു കളർ വരും, ചേഞ്ച് വരും നെറ്റി ഭാഗത്ത് വേറൊരു കളർ വരും. ഇതിപ്പോ നമ്മൾ ഇതിന്റെ ഉള്ളിലായതുകൊണ്ടാണ് ആ ഒരു കളർ അത്ര ഫീൽ ചെയ്യാത്തല്ലേ. അതെ, ഇത് നമ്മൾ വെയിൽ വല്ലാണ്ട് കൊള്ളിക്കാതെ വെച്ചതാണ്. 937 ഏതാണ്ട് ഒരു 1 kg അടുത്ത് തന്നെ ഉണ്ടല്ലേ. അത് ചെറിയ വേരിയേഷൻ വരും. നമുക്കൊരു 1 kg അപ്രോക്സിമേറ്റ് പറയാം. കാരണം ഈ ഒരു സൈസ് കിട്ടും എന്തായാലും. നമുക്കിന്ന് ഇങ്ങനത്തൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അടിപൊളി കേട്ടോ, നല്ല യെല്ലോ കളർ കേട്ടോ ഈ ഒരു ഭാഗം. ഓക്കെ, നമുക്കിന്ന് അടുത്ത കട്ടിങ്ങിലേക്ക് കിടക്കാം. ഇത് നമ്മുടെ നാരുള്ള വെറൈറ്റി ആണ് അത് വരുന്നത്. ചെറിയ രീതിയിൽ ചെറിയൊരു നാര് വരുന്നുണ്ട് തോന്നുന്നു. തായ്ലൻഡ് മാവുകളെ പോലെ അല്ല അത്, ഇത് ശരിക്കും ഓസ്ട്രേലിയന്റെ മാവായതുകൊണ്ട് അടിപൊളി കേട്ടോ. കണ്ടോ ഈ ഒരു കഷ്ണത്തിന്റെ ഓക്കെ 2-3 ദിവസമായി നമ്മളോട് പറയുന്നു കേട്ടോ. അത്യാവശ്യം നല്ല കഴമ്പ് കാനുള്ളുണ്ട് കേട്ടോ. നല്ല സ്മെല്ല് പറഞ്ഞാൽ അടിപൊളി സ്മെല്ല് വരുന്നുണ്ടല്ലോ ഇത്. നമ്മളെ ഈ ഒരു സൈഡും കൂടി എടുക്കും. നമുക്ക് ജസ്റ്റ് നമ്മളെ ഇതിൻ്റെ സീഡ് എത്ര ഉണ്ടെന്ന് നമുക്കൊന്ന് തൂക്കി നോക്കാം. ഏതാണ്ട് ഇത്ര സൈസ് വരുന്നുള്ളൂ അല്ലേ ഇത്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തൂക്കി നോക്കല്ലോ. കുറച്ച് കഴമ്പ് തന്നെയുണ്ട്, എന്നാലും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തൂക്കി നോക്കല്ലേ. അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം ഒരു തന്നെ നല്ല വെയിറ്റും ഉണ്ട്. നമുക്ക് ഒരു ഫാമിലിക്കൊക്കെ കഴിക്കാൻ ഒരു മാങ്ങ തന്നെ ഒരു പീസ് തന്നെ ധാരാളമാണ്. ഈ ഒരു സൈസ് തന്നെ. നമുക്ക് ആ സീഡൊന്ന് ജസ്റ്റ് തൂക്കി നോക്കട്ടോ. ഏതാണ്ട് 140 ഗ്രാം. സത്യം പറഞ്ഞാൽ 140 ഉണ്ടാവില്ല കേട്ടോ. ഈ ഒരു ഭാഗത്തേക്കൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ കഴമ്പ് നമുക്ക് ഇനിയും എടുക്കാറുണ്ട്. അപ്പോൾ അതായത് ഒരു 100 ഗ്രാമോളം നമുക്ക് 100 അതിന് താഴെ വരുള്ളൂ കേട്ടോ അത്. അപ്പോൾ അത് ജസ്റ്റ് നമുക്ക് ക്യൂബ് രീതിയിലാക്കിയിട്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കട്ടെ എങ്ങനെ ഉണ്ട് എന്നുള്ള. നല്ല ജ്യൂസി കേട്ടോ. ചെറിയൊരു നാരിൻ്റെ ഒരു പ്രസൻസും കാണുന്നുണ്ടല്ലോ ഇതിൽ. വളരെ നൈസായിട്ട് അളന്നു മുറിക്കണ പോലെ മുറിച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളി അടിപൊളി കേട്ടോ. മോനെ ഒരു കഷ്ണം എടുത്ത് എങ്ങനെയുണ്ട് നോക്കിയിട്ട് പറയും. നല്ല ടേസ്റ്റ് കിട്ടോ. അടിപൊളിയാണ്. ഓക്കെ, നമുക്ക് ഓരോ കഷ്ണങ്ങൾ എടുത്തിട്ട് നമുക്ക് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ഇതുണ്ടോ അടിപൊളി കേട്ടോ. അത്യാവശ്യം നല്ല കഴമ്പനുണ്ട്. ഇതുണ്ടോ ഈ ഒരു സൈസ് വരുന്നുണ്ട്. നമ്മളെ കയ്യിൽ വെച്ചിട്ട് ഉണ്ടോ ഈ ഒരു സൈസ് നമുക്ക് വരുന്നുണ്ട്. അടിപൊളി കേട്ടോ. അതിലുണ്ട് അടിപൊളി. കുറച്ച് ഉപ്പ് കയറിൻ്റെ ഉപ്പ് കുറവാണ്, ഇതിനെക്കാട്ടി മധുരണ്ടോ. അപ്പോൾ അടിപൊളിയാണ്. നമ്മുടെ ഒരു വീട്ടിലേക്കൊക്കെ നമുക്ക് തീർച്ചയായിട്ടും വെക്കേണ്ട ഒരു വെറൈറ്റിയും കൂടിയാണ്. വലിയ സൈസാണ്. ഇതിപ്പോ ഒരൊറ്റ പൊളിയാണത്. അതായത് ഒരു ലെയർമെന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് ഇത്ര കേട്ടോ. നല്ല അടിപൊളിയാണ് ഇതൊക്കെ. ഈ ഒരു ഭാഗത്തൊക്കെ സൈസ് കണ്ടില്ലേ. നമുക്കൊരു കഷ്ണം കൂടി എടുത്തോക്കട്ടെ. അപ്പോൾ അടിപൊളിയാണ്. ഇതേപോലെ നമുക്ക് 2 സൈഡും പിന്നെ സൈഡ് ഭാഗങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നമ്മുടെ വീട്ടിലേക്ക് നിർബന്ധമായിട്ടൊന്നും തന്നെ പറയാം നമുക്ക് വെക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി വെറൈറ്റിയാണ് R2E2 എന്ന് പറഞ്ഞ ഈ ഒരു വെറൈറ്റി കേട്ടോ.